Hi friends, again welcome to my channel. It's me PRAMEESHA. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എംബ്രോയിഡറി ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറി വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എംബ്രോയിഡറി ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ലേറ്റായത് മോന് 2 ആഴ്ചയായിട്ട് പനിയും ചുമയൊക്കെ ആയിരുന്നു, സുഖമില്ലാതെ. അപ്പം അത് കാരണമാണ് വീഡിയോ ഇടാൻ ലേറ്റായത്. ഇപ്പോഴും അങ്ങനെ മാറിയിട്ടില്ല. പിന്നെ മാത്രമല്ല, എനിക്കൊരു PSC ഉണ്ട്. നമ്മളെ സ്വിങ്ങിങ്ങായിട്ട് ബന്ധപ്പെട്ട തന്നെ ഹൈസ്കൂളിലേക്ക് PSC വിളിച്ചിട്ടുണ്ട്, സ്വിങ് ടീച്ചറുടെ. അപ്പം അതൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് ക്ഷമയോട് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോയും കൂടെ നമുക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ കാണിക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്യാനുള്ളതൊക്കെ ഏതൊക്കെയാണെന്നുള്ള സ്റ്റിച്ചസൊക്കെ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ആ ഗ്യാപ്പിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എംബ്രോയ്ഡറി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിലാദ്യം വരുന്നത് എംബ്രോയ്ഡറി നീഡിൽസാണ്. എംബ്രോയ്ഡറി നീഡിൽസിൽ 11 to 18 നമ്പറുകളാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ പോപ്ലിൻ, ലോങ് ക്ലോത്ത് തുടങ്ങിയവയിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്പർ 16 ആണ്. അതാണ് നമ്മൾ സാധാരണ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. എംബ്രോയ്ഡറി നീഡിൽസിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ പഠിക്കാം. കാരണം ഓരോ സ്റ്റിച്ചിനും വേറെ വേറെ തന്നെ നീഡിൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പറ്റില്ല കേട്ടോ. നെക്സ്റ്റ്, കാർബൺ പേപ്പർ. എംബ്രോയ്ഡറി തയ്ക്കുന്ന തുണിയിലേക്ക് ഡിസൈൻ ട്രേസ് ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡുള്ള തുണികളിൽ യെല്ലോ കാർബണും ഡാർക്ക് ഷെയ്ഡിൽ വൈറ്റുമാണ് സാധാരണയായിട്ട് യൂസ് ചെയ്തു വരുന്നത്. നെക്സ്റ്റ്, ട്രേസിംഗ് പേപ്പർ. ഒരു ഡിസൈൻ അതേ രീതിയിൽ ട്രേസ് ചെയ്യുന്നതിനും ഒന്നിലധികം ഡിസൈൻസ് വരച്ചെടുക്കുന്നതിനും യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ്, പാറ്റേൺ പേപ്പർ. ഡിസൈനുകൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ള പേപ്പറുകളെയാണ് പാറ്റേൺ പേപ്പർ എന്ന് പറയുന്നത്. അത് നമ്മൾ പേപ്പർ പാറ്റേണും പഠിച്ചിരുന്നു ഫാഷൻ തിയറി ക്ലാസ്സിൽ. അപ്പോൾ അത് രണ്ടും മാറിപ്പോകരുത്. അടുത്തത് സിസേഴ്സ് ആണ്. സിസേഴ്സ് പ്രധാനമായിട്ടും 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് നോർമൽ സിസേഴ്സും പിന്നെ മറ്റൊന്ന് കേർവ്ഡ് എൻഡും. അതിൽ കേർവ്ഡ് എൻഡ് എന്ന് വെച്ചാൽ ആപ്ലിക് വർക്ക് ചെയ്യുമ്പോൾ ഡിസൈൻ വെട്ടുന്നതിനും കട്ട് വർക്ക് ചെയ്യുമ്പോൾ ഡിസൈനിൻ്റെ ഉൾഭാഗത്തെ തുണി വെട്ടുന്നതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പിൻസ് ആണ്. പിൻസ് യൂസ് ചെയ്യുന്നത് ഡിസൈൻ പകർത്തുമ്പോൾ ട്രേസിംഗ് പേപ്പറും തുണിയും കാർബൺ പേപ്പറും ഒക്കെ നീങ്ങി പോവാതിരിക്കുന്നതിന് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ്, ബോഡ്കിൻ. ഒരറ്റം ഉരുണ്ടിരിക്കുന്നതും മറ്റൊരറ്റം ഒരു ബീഡുള്ളതും സ്റ്റീൽ കൊണ്ടും വുഡ് കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള നീഡിലാണ് ബോഡ്കിൻ. റിബൺ, കോഡ് തുടങ്ങിയവ കോർത്തെടുത്ത് ഡെക്കറേഷൻ വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, സ്റ്റില്ലറ്റോ. ഒരറ്റത്ത് ഒരു ഹാൻഡിലും മറ്റൊരറ്റം ഷാർപ്പ് പോയിൻറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻ്റാണ് സ്റ്റില്ലറ്റോ. ഐലറ്റ് ഹോൾസ് ഉണ്ടാക്കുന്നതിനുള്ള ദ്വാരം കുത്തിയെടുക്കുന്നത് സ്റ്റില്ലറ്റോ ഉപയോഗിച്ചാണ്. നെക്സ്റ്റ്, തിമ്പിൾ. എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ വലതു കൈയിലെ നടുവിരലിൽ സൂചി കൊള്ളാതിരിക്കുന്നതിന് വേണ്ടി തിമ്പിൾ യൂസ് ചെയ്യുന്നു. അടുത്തത്, ഫിംഗർ ഷീൽഡ്. ഇടത് കൈയിലെ 1ാമത്തെ വിരലിൽ സൂചി കൊള്ളാതിരിക്കുന്നതിന് വേണ്ടി ഫിംഗർ ഷീൽഡ് യൂസ് ചെയ്യുന്നു. അടുത്തത്, എംബ്രോയ്ഡറി ത്രെഡ്സ്. സാധാരണയായി കോട്ടൺ ത്രെഡ്സ് ആണ് എംബ്രോയ്ഡറി ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നത്. സെലക്ഷൻ ഓഫ് എംബ്രോയ്ഡറി ത്രെഡ്സ് എന്നുള്ളത് ഓരോ എംബ്രോയ്ഡറി സ്റ്റിച്ചിനെയും അപേക്ഷിച്ചിരിക്കും. നെക്സ്റ്റ്, എംബ്രോയ്ഡറി ഫ്രെയിംസ്. എംബ്രോയ്ഡറി ഫ്രെയിംസ് പ്രധാനമായും 3 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ, റൗണ്ട് ഫ്രെയിം, സ്ക്വയർ ഫ്രെയിം ആൻഡ് റെക്റ്റാങ്കുലർ ഫ്രെയിം. അതിൽ റൗണ്ട് ഫ്രെയിമാണ് സാധാരണയായിട്ട് എംബ്രോയ്ഡറി ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സ്ക്വയർ ഫ്രെയിമും റെക്റ്റാങ്കുലർ ഫ്രെയിമും ഒരേ സമയം ഒന്നിലധികം ഡിസൈൻസ് ഒരുമിച്ച് ചെയ്യുന്നതിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായുള്ള എംബ്രോയ്ഡറി എക്യുപ്മെൻറ്റ്സ്. അടുത്തത്, എംബ്രോയ്ഡറി ചെയ്യേണ്ട ഡിസൈൻസ് എത്ര രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ്. 3 രീതിയിലാണ് പ്രധാനമായും ഡിസൈൻ പകർത്തിയെടുക്കുന്നത്. ഫസ്റ്റ് വൺ, കാർബൺ മെത്തേഡ്. സെക്കൻഡ് വൺ, ഡയറക്റ്റ് മെത്തേഡ്. ആൻഡ് തേർഡ് വൺ ഈസ് പൗൺസിങ് മെത്തേഡ്. കാർബൺ പേപ്പർ യൂസ് ചെയ്ത് ഡിസൈൻ പകർത്തുന്ന രീതിയാണ് കാർബൺ മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്നുള്ളത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള തുണികളിൽ, അതായത് വോയിൽ, ഓർഗാൻഡി, നൈലോൺ തുടങ്ങിയ കനം കുറഞ്ഞ തുണികളിൽ നേരിട്ട് ഡിസൈൻ പകർത്തിയെടുക്കുന്ന രീതിയാണ്. ഇതിനൊരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ദെൻ പൗൺസിങ് മെത്തേഡ്. ഡിസൈൻ പകർത്തുന്നതിന് പരമ്പരാഗതമായി യൂസ് ചെയ്തു വരുന്ന രീതിയാണിത്. പ്രിക്ക് ചെയ്തെടുത്ത ഡിസൈനാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്നിലധികം തുണികളിലേക്ക് ഒരേ സമയം തന്നെ
സെയിം ഡിസൈൻ ഉപയോഗിച്ച് ഡിസൈൻ പകർത്തിയെടുക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എല്ലാ PSCക്കും കേട്ടറ്റിനും ഒക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.